നിർബന്ധിത ആർത്തവ അവധി തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ ദോഷകരമായി ബാധിച്ചേക്കാം എന്ന് സുപ്രീം കോടതി. നിയമം വന്നാൽ സ്ത്രീകളെ ജോലിക്കെടുക്കാൻ കമ്പനികൾ മടിച്ചേക്കും എന്നും കോടതി പറഞ്ഞു. ശമ്പളത്തോടെ നിർബന്ധിത അവധി നൽകണമെന്ന പൊതു താൽപര്യ ഹർജി പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന നിരീക്ഷണം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, നിർബന്ധിത ആർത്തവ അവധി സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അതിനെ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ അതിപ്പോൾ തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ ഒരുപക്ഷെ ദോഷകരമായി ബാധിച്ചേക്കാം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് സുപ്രീം കോടതി എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൂടിയാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുന്നത്? രോഹിണി, സ്ത്രീകളെ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങൾ പലപ്പോഴും അവർക്ക് തിരിച്ചടിയാകുന്ന അവസ്ഥയാണ് എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. നിർബന്ധിത ആർത്തവ അവധി നടപ്പാക്കിയാൽ അത് സ്ത്രീകളെ ജോലിക്കെടുക്കുന്നതിൽ നിന്നും തൊഴിലുടമകളെ പിന്തിരിപ്പിച്ചേക്കാം എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അവർ കൂടുതൽ അവധി നൽകേണ്ടി വരുന്ന ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, കോടതിക്ക് ഇക്കാര്യത്തിൽ നേരിട്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിന് പരിമിതികളുണ്ട് എന്നുള്ളതാണ് ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു നിയമപ്രശ്നം മാത്രമല്ല, ഇതൊരു സാമൂഹിക സാമ്പത്തിക നയരൂപീകരണത്തിന്റെ പ്രശ്നം കൂടിയാണ് എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ ഈ കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയവും അതേപോലെ തന്നെ ആരോഗ്യ മന്ത്രാലയവും ചേർന്നാണ് ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളത് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമായതിനാൽ ഒരു ഏകീകൃത മോഡൽ പോളിസി തയ്യാറാക്കാൻ സർക്കാരിനോട് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ ആർത്തവ അവധി നിർബന്ധമാക്കുന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഈ സൂക്ഷ്മ വിവേചനത്തിന് കാരണമായേക്കാം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പ്രവർത്തനക്ഷമത കുറവാണെന്ന തെറ്റായ ധാരണ പടരാൻ ഇത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി നിരീക്ഷിച്ചിരിക്കുന്നത്. സമാന അവസരങ്ങൾ ഉറപ്പാക്കേണ്ട തൊഴിലിടങ്ങൾ ഇത്തരം നിയമങ്ങൾ സ്ത്രീകളെ രണ്ടാം നിരക്കാരായി മാറ്റുന്നത് അല്ലെങ്കിൽ അത്തരം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതും കോടതി ഓർമ്മിപ്പിക്കുകയുണ്ടായി. കോടതി ഈ കേസ് പൂർണ്ണമായും തള്ളിക്കളയുകയല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാരുകളുമായും അതേപോലെ തന്നെ വിദഗ്ധരുമായും ഒക്കെ ചർച്ച ചെയ്ത് ഒരു നയ രൂപീകരണം തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയാണ്. കേരളവും ബീഹാറും തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിലവിൽ ഈ അവധി രീതികൾ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നൽകുന്ന അവധി പഠന വിധേയമാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, തൊഴിലുടമകളോട് നിയമം മൂലം ഇത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം തൊഴിലുടമകൾ സ്വമേധയാ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, അതേപോലെ ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ പൊതു താൽപര്യ ഹർജി പരിഗണിച്ചത്. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.